സാറേ വക്കീൽ വരുന്നുണ്ട്. വേദ, ഗുഡ് മോർണിംഗ് വേദവക്കീലെ. ആ തേറാട്ടിൽ ശ്രീധരനോ തലയ്ക്ക് വെളിവില്ല. അയാളുടെ വാക്കും കേട്ട് വക്കീൽ ഇങ്ങനെ പുറപ്പെട്ടാലോ? അത് കോടതി തീരുമാനിച്ചോളും. ആയിക്കോട്ടെ, ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു കേസ് നടത്താൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണോ വിക്രമുമായിട്ട് വേദ പിരിയാൻ തീരുമാനിച്ചത്? ഇത് ശ്രീകാര്യം ശ്രീനിവാസൻ നടത്തിയ ആസൂത്രിതമായ ഒരു കേസ്. അതും വിക്രമിന്റെ സ്വകാര്യ ജീവിതവുമായി എന്ത് ബന്ധം? ഇത് ശ്രീധരൻ തേറാട്ടലിന്റെ കള്ളക്കേസാണ്. ഇലക്ഷന് മുമ്പ് അയാൾ മറ്റാർക്കു വേണ്ടി നടത്തുന്ന ആസൂത്രിതമായ ഒന്ന്, അല്ലേ? അങ്ങനെയാണ് കോടതിക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളെ രക്ഷപ്പെട്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? പക്ഷേ കോടതിക്ക് എങ്ങനെ തോന്നാനുള്ള സാധ്യത ഇല്ലെന്ന് നമുക്ക് കോടതിയിൽ കാണാം. ശരി. ക്രൈം നമ്പർ 123/2026 തേറാട്ട് വീട്ടിൽ കുട്ടിശങ്കരൻ മകൻ ശ്രീധരൻ എന്ന തേറാട്ടിൽ ശ്രീധരൻ. ശ്രീധരൻ എന്ന തേറാട്ടിൽ ശ്രീധരൻ. ശ്രീധരൻ എന്ന തേറാട്ടിൽ ശ്രീധരൻ. വാടകത്തൊടിയിൽ രാഘവൻ മകൻ ശ്രീനിവാസൻ എന്ന ശ്രീകാര്യം ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന ശ്രീകാര്യം ശ്രീനിവാസൻ. എന്താ ശ്രീധര, അടുത്ത കേസ് തുടങ്ങിയോ? ശ്രീധരൻ നേരിട്ടാണോ അതോ? ശ്രീധരന് വേണ്ടി ഞാനാണ് കേസിൽ പ്രസന്റ് ആവുന്നത്, യുവറോണ്. യെസ്, പ്രൊസീഡ്. യുവറോണ്, 5 വർഷം മുൻപ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസം ചെറിയനാട് മാർക്കറ്റിൽ വെച്ച് ഒരു ലഹള നടക്കുകയുണ്ടായി. വട്ടിപ്പലിശ പിരിവിന്റെ പേരിൽ മാർക്കറ്റിൽ നടന്ന ഒരു ചെറിയ ലഹള അന്ന് വൈകിട്ടാവുമ്പോഴേക്കും വലിയൊരു കലാപമായി മാറുകയായിരുന്നു. 2 മതവിഭാഗം ചേരിതിരിഞ്ഞ് പരസ്പരം ആക്രമിച്ച ആ സംഭവം പിറ്റേന്ന് നടന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വരെ ബാധിച്ചു. 2 പേർ കൊല്ലപ്പെട്ട ആ ലഹളയിൽ പോലീസ് അന്വേഷണം നടക്കുകയും ആ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം പ്രോഗ്രസീവ് പാർട്ടി നേതാവ് ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് റിപ്പോർട്ട് വരികയുമുണ്ടായി. എന്നാൽ റിപ്പോർട്ടിന്മേൽ മേൽ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. തങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ആ കുടുംബക്കാർ നിരവധി തവണ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുകയുണ്ടായി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതിൽ ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മരിച്ചുപോയ ചെറുപ്പക്കാരൻ സെയ്ദ്. സെയ്ദിന്റെ മാതാപിതാക്കൾക്ക് ആകെ ഉണ്ടായിരുന്ന 5 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും ഇപ്പൊ ജപ്തി ചെയ്യപ്പെട്ടു. അവർ അനാഥമന്ദിരത്തിലാണ് കഴിയുന്നത്. ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായത് ചെറിയനാട് മാർക്കറ്റ് ലഹളയാണ്. സെയ്ദിനെ പോലെ നിരവധി പേരെ അന്നത്തെ ആ ലഹള ബാധിച്ചിട്ടുണ്ട്. 2 പേരുടെ ജീവൻ എടുക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ ലഹള തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വരെ സ്വാധീനിച്ചു. ആ ലഹളയുടെ പിന്നിലെ യഥാർത്ഥ ആസൂത്രകൻ ഈ ശ്രീകാര്യം ശ്രീനിവാസനായിരുന്നു. ആ കേസിന്റെ നടപടികൾ വൈകിച്ച് ഉദ്യോഗസ്ഥനെതിരെയും യഥാർത്ഥ പ്രതി ശ്രീനിവാസനെതിരെയും അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്, യുവറോണ്. മാത്രമല്ല, ശ്രീകാര്യം ശ്രീനിവാസൻ ഇത്തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇങ്ങനെ ഒരാൾ ഭരണത്തിൽ വരുന്നത് ഈ നാടിന് തന്നെ ഭൂഷണമല്ല. ശ്രീകാര്യം ശ്രീനിവാസനെതിരെ പലതവണ പല കേസുകളിലും കോടതി നടപടികൾ ഉണ്ടായിട്ടുണ്ട്. സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് പണമിരട്ടിപ്പ്, കള്ളക്കടത്ത്, കുഴൽപ്പണം തുടങ്ങിയ നിരവധി കേസുകളിൽ ഇദ്ദേഹത്തിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ അധികാരത്തിൽ വരുന്നത് തടയാനായി കോടതി ഇടപെടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ചെറിയനാട് മാർക്കറ്റ് ലഹള സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് പുനരന്വേഷിക്കാനും ശ്രീകാര്യം ശ്രീനിവാസന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബന്ധപ്പെട്ട രേഖകളെല്ലാം ഞാൻ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. സർ, മേ ഐ? യെസ്. ബഹുമാനപ്പെട്ട വാദിഭാഗം വക്കീല്, ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പുണ്ടാവാം. കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒബ്ജക്ഷൻ, യുവർ. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രാമകൃഷ്ണന് എന്നേക്കാൾ പ്രായവും പക്വതയും കാണുമായിരിക്കും. പക്ഷേ കോടതി മുൻപാകെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തരുതെന്ന് ചിന്തിക്കാനുള്ള വിവേകമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അത് തിരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. അത് ന്യായമാണല്ലോ വക്കീലെ. അഡ്വക്കേറ്റ് വേദ ശങ്കര നാരായണൻ സമർപ്പിച്ച രേഖകൾ കോടതി ഒന്ന് പരിശോധിക്കട്ടെ. എന്നിട്ടല്ലേ അതിൽ കഴമ്പുണ്ടോന്ന് പറയാൻ പറ്റൂ. അതിനിടയിൽ ഇത്തരം പ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. സർ, എടുത്തുചാട്ടക്കാരെ പറ്റി പറയുന്ന ഒരു നാടൻ പ്രയോഗമാണത്. മാത്രമല്ല, തേറാട്ടിൽ ശ്രീധരൻ എന്ന ഈ മനുഷ്യൻ ഇതിനോടകം തന്നെ എത്രയോ കേസുകളുമായി ഈ കോടതിയിൽ വന്നിട്ടുണ്ട്. അതിൽ പലതും തള്ളിപ്പോയ ചരിത്രമേ ഉള്ളൂ. ഒബ്ജക്ഷൻ, യുവർ ഓണർ. യെസ്. യുവർ ഓണർ, പ്രതിഭാഗം വക്കീൽ ആദ്യമേ തന്നെ ജഡ്ജ്മെന്റൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ശ്രീധരൻ തേറാട്ടിൽ എന്ന എന്റെ കക്ഷി ഒരുപാട് കേസുകൾ കോടതി മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. അതിൽ ചിലത് പരാജയപ്പെടുകയും ചിലത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരാജയപ്പെട്ട ഒരു കേസ് പോലും അനാവശ്യമായിരുന്നു എന്ന് ഒരു കോടതിയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പകരം അവ പരാജയപ്പെട്ടത് ഭരണകൂടത്തിന്റെയും വ്യവസ്ഥതയുടെയും ചില പഴുതുകൾ കാരണമാണെന്ന് ഒരു വിധിയിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വേദ വക്കീൽ പറയുന്നതിലും കാര്യമുണ്ട് വക്കീലെ. ശ്രീധരൻ തേറാട്ടലിന്റെ സത്യസന്ധതയെ പറ്റി കോടതിക്ക് പണ്ടേ ബോധ്യമുള്ളതാ. എന്ന് വെച്ച് എല്ലാ കേസുകളും അടിസ്ഥാനമുള്ളതാവണമെന്നില്ലല്ലോ. ഈ പറയുന്ന ചെറിയനാട് മാർക്കറ്റ് ലഹള കേസ് തന്നെ ശ്രീകാര്യം ശ്രീനിവാസനാണ് ആസൂത്രണം ചെയ്തതെന്ന് ആരോപിക്കുന്നത് തന്നെ ഒരസംബന്ധമാണ്. ആ സമയത്ത് എന്റെ കക്ഷി ഒരു അനുഭാവി എന്നല്ലാതെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആ സമയത്ത് അദ്ദേഹം ബെൽജിയത്തിലായിരുന്നു താനും. അപ്പൊ പിന്നെ എങ്ങനെയാണ് പുള്ളിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വവും 5 വർഷം മുമ്പ് നടന്ന ലഹളയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ആ സംഭവത്തോടെ ശ്രീകാര്യം ശ്രീനിവാസൻ പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി മാറുകയായിരുന്നു എന്നതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്, യുവറോണ. എന്റെ കേസ് ഫയലിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ കേസിന്റെ കാര്യമോ? അതിന്റെ നാൾ വഴിയും അതിൽ പരാമർശിക്കുന്നുണ്ട്, യുവർ ഓണർ. ഈ കേസിന്റെ വിചാരണയിൽ കുറെ ആളുകളെ വിസ്തരിക്കണം. ശ്രീകാര്യം ശ്രീനിവാസൻ, അയാളുടെ വലങ്കൈയായ ഷാജു പുളിക്കൻ, വിക്രം സുധാകരൻ,
തുടങ്ങിയ കുറെ പേർ. ശ്രീകാര്യം ശ്രീനിവാസൻ എത്ര വലിയ മാനിപ്പുലേറ്റർ ആണെന്ന് അതോടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും കോടതി കേസിന്റെ ഫയൽ ഒന്ന് പരിശോധിക്കട്ടെ. ഈ കേസിന്റെ തുടർ വിചാരണ അടുത്ത മാസം 27-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അതിനിടയിൽ ചെറിയനാട് മാർക്കറ്റ് ലഹളയെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. താങ്ക് യു, യുവർ ഓണർ. നെക്സ്റ്റ്. ഇല്ല സർ, അത് നമ്മൾ ബാധിക്കില്ല. ഇല്ല, ആ കുട്ടി ഇങ്ങനെ മൂവ് ചെയ്യുമെന്ന് വിക്രം പ്രതീക്ഷിച്ചില്ല. ഇല്ല സർ. ഓക്കെ സർ. പിള്ള സാറായിരുന്നു എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ബാധിച്ചത്. പിള്ള സാറാ. ഇപ്പോ അത് തെറ്റായി പോയി എന്ന് ഞാൻ പറയിക്കുമെന്ന്. കാര്യം പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്തു കൂട്ടിയത് മുഴുവൻ. പക്ഷേ ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോ ഉത്തരവാദിത്തം മുഴുവൻ എന്റെ തലയിലായില്ലേ? ഇത്രയും കാലം ഭാര്യയും ഭർത്താവായി ജീവിച്ചിട്ടും നിനക്ക് വേറെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണ് പിള്ള സാർ ചോദിക്കുന്നത്. വീട്ടിലൊരാളെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ നാളെ എങ്ങനെ പ്രസ്ഥാനത്തിൽ ആളുകൾ നിയന്ത്രിക്കുമെന്ന് ഞാൻ എന്ത് മറുപടി പറയണം? നീയും അവളും രണ്ട് വ്യത്യസ്ത ആളുകളായാണ് ഒരു വീട്ടിൽ കഴിയുന്നതെന്ന് ഞാൻ പറയണോ? ഈ കോടതി ഉത്തരവ് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണെന്നറിയോ? കോടതി അന്വേഷിക്കണമെന്നല്ലേ പറഞ്ഞോളൂ. അത് മതി സാധാരണ ജനങ്ങൾക്ക്. തീയുണ്ടാവാതെ പുകയുണ്ടാവില്ല എന്ന ന്യായമാണ് അവർക്ക്. കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസൻ തെറ്റ് ചെയ്തിരിക്കും എന്നതായിരിക്കും അവരെ ന്യായം. നമുക്ക് വീടുകൾ തോറും കയറിയിറങ്ങി ഒരു വിശദീകരണ ക്യാമ്പയിൻ നടത്തിയാലോ? അത് നല്ലതാ. അമ്പലത്തിൽ നിന്ന് തിരുവാഭരണം കടത്തിയ കേസ് വന്നപ്പോ മുമ്പ് RDPക്കാർ അത് ചെയ്തിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി KRPക്ക് ആയിരുന്നു നേതൃത്വം. അപ്പോ അവരുടെ ഘടകകക്ഷിയായ നമുക്കും അത് ചെയ്യാവുന്നതാണ്. INSPക്കാരും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ലല്ലോ. എന്ത് കുന്തം ചെയ്തിട്ടാണെങ്കിലും ഇത്തവണത്തെ ഇലക്ഷനെ ഇതൊട്ടും ബാധിക്കാൻ പാടില്ല. അല്ല ശ്രീനി സാറേ, എനിക്കൊരു സംശയം. വേദ ഇതിനിടയിൽ ആ ശ്രീകാന്തിനെ പോയി കണ്ടിരുന്നു എന്നല്ലേ വിക്രം പറഞ്ഞത്? അതെന്തിനാണെന്ന് ഞാൻ അവളോട് ഒരുപാട് ചോദിച്ചത്. പക്ഷെ വ്യക്തമായ ഉത്തരം കിട്ടിയില്ല അല്ലേ? അതെ. അപ്പൊ അത് തന്നെയാണ് സാറ് കാര്യം. ഇത് വേദയും ശ്രീകാന്തും കൂടി സാറിനെതിരെ കരുതിയിരിക്കുന്നതാണ്. അതിന് വേറെ എന്തിന് ശ്രീകാന്തിനെ കൂട്ടിപ്പിടിക്കണം? അല്ലാതെ പിന്നെ എന്തിനാ ശ്രീകാന്തിനെ കാണാൻ പോകുന്നത്? മാത്രമല്ല ശ്രീകാന്ത് ഇപ്പൊ വാസവന്റെ ഒപ്പം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംശയം ശരിയാവാൻ സാധ്യതയുണ്ട്. അതെ വിക്രം, എനിക്കെതിരെ കേസ് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ വാസവന്റെ കൂടെ ചേർന്ന് അയാളെ ജയിപ്പിക്കാൻ ശ്രമിക്കുക. ഇതാരുടെയോ നിർദ്ദേശപ്രകാരം വേദ എനിക്കെതിരെ പ്ലാൻ ചെയ്ത് കളിക്കുന്നതാ. വേദ സാറിനെതിരെ കേസ് ബാധിച്ച ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതും ശ്രീകാന്തും വാസവനും തമ്മിലുള്ള ബന്ധമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട സർ. നിനക്കിപ്പോഴും അവളോട് സോഫ്റ്റ് കോർണർ ആണല്ലടാ. അതല്ല, പൊളിറ്റിക്സിൽ അവൾക്ക് ഒരു താല്പര്യമില്ലെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷേ അവളിപ്പോ പ്രവർത്തിക്കുന്നത് അവൾക്ക് ഈ ഇലക്ഷനിൽ ഞാൻ പരാജയപ്പെടണമെന്നുള്ള താല്പര്യമുള്ള പോലെയാണ്. എന്തായാലും പോലീസ് അന്വേഷണവും റിപ്പോർട്ട് സമർപ്പിക്കലും ഒക്കെ കഴിയുമ്പോൾ ഇലക്ഷനും തീരും സർ. പുള്ളിക്കാൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ ഉത്തരവ് നമ്മളെ ബാധിക്കാത്ത രീതിയിലുള്ളൊരു ക്യാമ്പയിൻ ചെയ്യുന്നതല്ലേ നല്ലത്. ആയിക്കോട്ടെ, അത് നീ തന്നെ മുൻകൈയെടുത്ത് ചെയ്യ്. നിന്റെ ഭാര്യ മുൻകൈയെടുത്ത് നടത്തുന്ന ഈ കേസ് വാസവനെ ജയിക്കാൻ സഹായിക്കാനായി നടത്തുന്നൊരു നാടകമാണെന്ന് മണ്ഡലത്തിൽ ഓരോ വീട്ടിലും കയറി ചെന്ന് വിശദീകരിക്കേ. മുഖാമുഖം കണ്ട ആളുകളെ ബോധ്യപ്പെടുത്തണം. അതല്ലാതെ ഇതിന് വേറൊരു പരിഹാരമില്ല. അത് നല്ല ഐഡിയ. ഒപ്പം മാർക്കറ്റ് ലഹളയിൽ മരിച്ച 3 പേരിൽ 2 പേരുടെ ബന്ധുക്കൾ കേസിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അവരെ കൂടി നമ്മുടെ ഭാഗത്തേക്ക് ചേർക്കും. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, കോടതി ഉത്തരവുണ്ടാക്കിയ ഡാമേജ് എത്രയും വേഗം പരിഹരിക്കണം. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴത്തെ ഇമേജ് മാറ്റിയേ പറ്റൂ. അതെ, സാറ് തിരിച്ചു ചൂടിലാണ്. വാ വിക്രം, നമുക്ക് പാർട്ടി ഹൗസിലേക്ക് പോവാം. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം. വൈകിട്ട് വരാൻ ചേച്ചി. ഒന്നിത്തിരി കാര്യമായി പണിയെടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. അത്ര പാനിക് ആവാനുള്ള കാര്യമൊന്നും ആയിട്ടില്ല. അതെ, ഭയം വേണ്ട, ജാഗ്രത മതി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. വായോ വാ. നീ വന്നോ? ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കുമായിരുന്നു. എന്താ ശ്രീചേർത്തി? നീ ഇങ്ങ് വാ വാ. എന്താ സർ? പോകുന്നതിന് മുമ്പ് നീയും വേദയും വല്ല തീരുമാനം എടുത്തിരുന്നു. അങ്ങനെ തീരുമാനിക്കാൻ മാത്രം എന്താണടാ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ആ പേപ്പർ വാങ്ങി ഒന്ന് വായിച്ചു നോക്ക്. ഇത് വേദ അയച്ചിരിക്കുന്ന ഡിവോഴ്സിനുള്ള മ്യൂച്വൽ പെറ്റീഷനാണ്. ഡിവോഴ്സോ? നീയും വേദയും കൂടി ഒരുമിച്ചുള്ള അപേക്ഷയാണല്ലോ. വേദ സൈൻ ചെയ്ത് അയച്ചു. ഇനി നീയും കൂടെ സൈൻ ചെയ്ത് തിരിച്ചയച്ചാൽ അവർക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ധാരണ ആയിട്ടുണ്ടോ? അച്ഛൻ എന്താ ഈ പറയുന്നത്? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? പിന്നെ എന്താ അവൾ ഇങ്ങനെ ചെയ്തതിന്റെ കാരണം? എനിക്കറിയില്ല. വിക്രം, എടാ കഴിക്കാൻ വരുന്നില്ലേ? ഇല്ലടത്തി, വിശപ്പില്ല. പട്ടിണി കിടക്കില്ല വിക്രം. ഇനി അതും പറഞ്ഞ അമ്മ സങ്കടപ്പെടാൻ പോകുന്ന. പ്ലീസ് എടുത്തി, ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. അയ്യോ, അതൊന്നുമില്ലമ്മേ. അവള് വെറുതെ. അയ്യോ, അങ്ങനെ വെറുതെ ഒന്നുമല്ല. എല്ലാം വിക്രം പറഞ്ഞിട്ട് എഴുതിയതാ. ശരി, എന്നാ വായിക്കേ. നീയും വിക്രമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ബന്ധം വേർപെടുത്താനുള്ള തലത്തിലേക്ക് വളർന്നു എന്ന് ഒരാഴ്ച നോട്ടീസ് കിട്ടിയപ്പോഴാണ് മനസ്സിലായത്.